രാജ്യം കണ്ട ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലൂടെ അസഹിഷ്ണുതയുടെ വിവിധ മാനങ്ങൾ രാഷ്ട്രീയവും സാംസ്കാരികവുമായി നേരിടേണ്ടി വരുന്നു എന്ന് വിവിധ കോണുകൾ രാജ്യത്ത് ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ജുഡീഷ്യൽ സംവിധാനങ്ങളുടെ ഭാഗങ്ങളിലേക്ക് ഒരു കൂട്ടം അഭിഭാഷകരുടെ കടന്നുകയറ്റം രാജ്യ തലസ്ഥാനം നേരിടേണ്ടി വരുന്നത്. ഏറ്റവും നിർണായകമായ നിമിഷം. അസഹിഷ്ണുത എന്ന ഒരുപക്ഷെ വിവിധ കോണുകളുടെ ആവശ്യത്തിന്റെ ഏറ്റവും നിർണായകമായ മുഹൂർത്തത്തിലേക്ക് രാജ്യം എറിയപ്പെടുന്നു എന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. സിജു സുഗതൻ, ന്യൂസ് ഡെസ്കിൽ നിന്നും. തീർച്ചയായും സിജു, വളരെ വിശകലനങ്ങൾ അനിവാര്യമായ ഒരു ഘട്ടം. രാജ്യം നിർണായകമായ ഘട്ടത്തിലൂടെ പോകുന്നു. ലെജിസ്ലേറ്റീവിന്റെ ഭാഗമായിട്ടുള്ളവർ, എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ടുള്ളവർ ഒക്കെയും ഇത്തരത്തിൽ പ്രതിഷേധങ്ങളുമായി രംഗത്തെത്താറുണ്ട്. എന്നാൽ ജുഡീഷ്യൽ സംവിധാനങ്ങൾ ഇതിൽ നിന്നൊക്കെ വ്യതിരിക്തമായി നിഷ്പക്ഷമായി നിൽക്കുന്നതാണ്. ആ ജുഡീഷ്യൽ സംവിധാനത്തിന്റെ പ്രക്രിയകൾ നടക്കുമ്പോൾ പോലും അഭിഭാഷകർ മുദ്രാവാക്യം വിളിച്ച് അതിനെ തടസ്സപ്പെടുത്തുന്നു. അവർ തന്നെ കോടതിയെ വെല്ലുവിളിച്ച് ഇപ്പോൾ തെരുവിൽ ദേശീയ പതാകയും ഏന്തി പ്രകടനം നടത്തുന്നു. എങ്ങനെ കാണാം ഇതിനെ? രാജ്യം ഏത് നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? അജിംഷാദ്, ഭരണഘടന തന്നെ മൗലികാവകാശം, പൗരന്റെ മൗലികാവകാശം എവിടെയൊക്കെ ലംഘിക്കപ്പെടുന്നു അപ്പോഴൊക്കെ നിയമവ്യവസ്ഥ ഇടപെട്ടുകൊണ്ട് പൗരന്റെ മൗലികാവകാശം സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് തീർച്ചയായും നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആരാണോ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കേണ്ടത്, ഏത് നിയമത്തിന്റെ കീഴിലാണോ ജനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത്, ആ നിയമം കാത്തു സൂക്ഷിക്കേണ്ടവർ തന്നെയാണ് ഇപ്പോൾ. സിജു, ആ വിശകലനങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നിയമപരമായ ചില സംശയങ്ങൾ കൂടി ഈ വിഷയത്തിൽ അനാവൃതമാക്കേണ്ടതുണ്ട്. നമ്മോടൊപ്പം സെബാസ്റ്റ്യൻ പോൾ ചേരുകയാണ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയായ സെബാസ്റ്റ്യൻ പോൾ. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, നിയമപരമായി കനയ്യകുമാറിനെ ആക്രമിച്ച കേസിൽ പ്രതിയാണ് വിക്രം ചൗഹാൻ എന്ന BJP അഭിഭാഷകൻ. നേതൃത്വം നൽകുന്ന ഒരു പ്രകടനത്തിൽ, ഒരു പാർട്ടിയുടെ പ്രകടനത്തിൽ ദേശീയ പതാക ഉയർത്തിക്കാട്ടുന്നു. അത് യഥാർത്ഥത്തിൽ രാജ്യത്തെ അപമാനിക്കുന്നതല്ലേ? നിയമപരമായി അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ശ്രീ സെബാസ്റ്റ്യൻ പോൾ. അല്ല, തീർച്ചയായും അതിനകത്ത് പല വശങ്ങളുണ്ട്. ഒന്ന്, കനയ്യകുമാറിനെതിരെ പ്രതിഷേധിച്ച അഭിഭാഷകരോട് പ്രതികരണങ്ങളും പ്രതിഷേധവും നിർത്തിവെക്കണം എന്ന് ഇന്നലെ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നതാണ്. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളെ പോലും അവഗണിച്ചുകൊണ്ട് ഈ രീതിയിൽ പരസ്യമായ പ്രതിഷേധ പ്രകടനം നടത്തുന്നത് അത് പ്രതിഷേധമല്ല, അത് ഒരു തരത്തിലുള്ള വെല്ലുവിളിയാണ്. ഈ രാജ്യത്തെ ഭരണഘടനയോട്, നിയമവ്യവസ്ഥയോട്, നിയമവാഴ്ചയോട്, കോടതിയോട് എല്ലാമുള്ള വെല്ലുവിളിയാണ്. കനയ്യകുമാറിനെ ആക്രമിച്ച കേസിലെ പ്രതിയായ അഭിഭാഷകന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഡൽഹിയിൽ പ്രകടനം നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് മുഴുവൻ അഭിഭാഷകനാകണമെന്ന് തന്നെയില്ല. അതൊരു BJP പ്രകടനമാണ്. ദേശീയ പതാക ദുര്യോഗം ചെയ്യാനുള്ളതല്ല. ദേശീയ പതാകയുടെ കമ്പ് കൊണ്ട് അടിക്കുക, മർദ്ദിക്കുക, അതൊരു മർദ്ദനോപകരണമാക്കി മാറ്റുക ദേശീയ പതാകയെ. ഇവിടെയും ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. ദേശീയ പതാകയെ അപമാനിക്കുക എന്ന് പറയുന്നത് അത് രാജ്യദ്രോഹമല്ലേ? അപ്പൊ ഈ രീതിയിൽ വലിയ തോതിലുള്ള വെല്ലുവിളി, ഇതാണ് ഫാസിസ്റ്റ് വെല്ലുവിളി എന്ന് പറയുന്നത്. ഹിറ്റ്ലറുടെ കാലത്ത് ന്യൂറംബർഗിൽ ഹിറ്റ്ലറുടെ അനുയായികൾ, ഒരു ബ്രൗൺ ഷർട്ട്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്, അവർ നടത്തിയിരുന്ന ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രകടനങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഫാസിസ്റ്റ് അഴിഞ്ഞാട്ടമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് ജനാധിപത്യവാദികൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തിരിഞ്ഞു നിന്ന് പ്രതിഷേധിക്കുന്ന ഘട്ടം, ഉദ്യോഗസ്ഥർ പോലും അത്തരത്തിൽ പ്രതിഷേധിക്കുന്ന ഘട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യതിരിക്തമാകണം നമ്മുടെ മറ്റൊരു സംവിധാനം, മറ്റൊരു തൂൺ ജുഡീഷ്യറി എന്നത്. ആ ജുഡീഷ്യറിയുടെ പ്രവർത്തനം നടക്കുമ്പോൾ പോലും അതിന്റെ ഭാഗമാകാൻ, ഒരുപക്ഷെ ബോധപൂർവമുള്ള ഭാഗമല്ലെങ്കിൽ പോലും അഭിഭാഷകർ അതിന്റെ ഭാഗമാണ്. ആ അഭിഭാഷകർ സുപ്രീം കോടതിയുടെ ഹാളിനുള്ളിൽ വാദപ്രതിവാദം നടക്കവേ മുദ്രാവാക്യം വിളിക്കുന്നു. രാജ്യം കേട്ടിട്ടുണ്ടോ അത്തരത്തിൽ? അങ്ങനെ കോടതി നടപടിക്രമങ്ങൾ തടസ്സപ്പെടുന്നു. താങ്കൾ നിരീക്ഷിച്ചതുപോലെ ആ ഹിറ്റ്ലറേറിയൻ കാലത്തെ ഫാസിസ്റ്റ് വൽക്കരണത്തിന്റെ എല്ലാ കൂട്ടുകളും യോജിക്കുന്നതാണ് ദില്ലിയിൽ 2-3 ദിവസങ്ങളായി കാണുന്ന കാഴ്ചകൾ. ശ്രീ സെബാസ്റ്റ്യൻ പോൾ. അല്ല, അഭിഭാഷകർ അവരുടെ സ്വന്തം പരാതികളെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ദേശീയമായ ഏതെങ്കിലും താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രതിഷേധിക്കുകയും പ്രകടനം നടത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ കാണുന്നത് അതല്ല. ഇവിടെ ഡൽഹിയിലെ പ്രതിഷേധിക്കുന്ന അഭിഭാഷകർക്ക് ഇത്തരത്തിലുള്ള ഒരു ഗുണ്ടാ പടയായി മാറുന്നതിനുള്ള യാതൊരു രാഷ്ട്രീയ സാഹചര്യവും നിലവിലില്ല. ഏതൊരു കുറ്റവും, കനയ്യകുമാറിനെതിരെയുള്ള കുറ്റമായാലും ആർക്കെതിരെയുള്ള കുറ്റമായാലും, അത് ഏത് വകുപ്പനുസരിച്ചുള്ള കുറ്റമായാലും, അത് കൈകാര്യം ചെയ്യുന്നതിന് ഇവിടെ കോടതിയുണ്ട്, നിയമവ്യവസ്ഥയുണ്ട്. ആ കോടതികൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ ജനങ്ങളുടെ പ്രാഥമികമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ചുമതലകളാണ് മജിസ്ട്രേറ്റുമാർക്കുള്ളത്. പട്യാല ഹൗസ് കോടതികളുടെ പ്രവർത്തനം നിർത്തിവെക്കണം എന്ന് സുപ്രീം കോടതിക്ക് ആവശ്യപ്പെടാൻ ഇടയായ സാഹചര്യം ഇതൊന്നും അത്ര നിസ്സാരമായ കാര്യങ്ങളല്ല. അടിയന്തരാവസ്ഥയിൽ പോലും നമ്മൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കണ്ടിട്ടില്ല. ഇവിടെ കാണുന്നത്
നഗ്നമായ തേർവാഴ്ചയാണ്, ഗുണ്ടായിസമാണ്. അതിന് ഭരണകൂടവും ഭരണകൂടത്തിന്റെ ഏജൻസികളും ഒത്താശ നൽകുന്നു. അഭിഭാഷകർ, സമാരാധ്യരായ അഭിഭാഷകർ, നിയമവാഴ്ചയുടെ സംരക്ഷണ ചുമതലയുള്ളവർ, അവർ ഇത്തരത്തിൽ തീർച്ചയായും ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ നോക്കൂ, കനയ്യകുമാർ ജാമ്യം അപേക്ഷിക്കാൻ ഒരു നിയമ സംവിധാനത്തിന്റെ ഭാഗമായി ജാമ്യത്തിനായി എത്തുന്ന ഒരാളെ ആക്രമിക്കാൻ ഈ അഭിഭാഷകർക്ക് എന്ത് അവകാശം? രാജ്യത്തെ ജുഡീഷ്യൽ സംവിധാനങ്ങളുടെ നിയമത്തണലിലേക്ക് എത്തുന്ന ഒരു പൗരനെ അഭിഭാഷകൻ സംഘടിതമായി ചേർന്ന് ആക്രമിക്കാൻ എന്ത് അവകാശം? അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്, അല്ലേ ശ്രീ സെബാസ്റ്റ്യൻ പോൾ? തീർച്ചയായും പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതിയോട് സഹാനുഭൂതി കാണിക്കുന്നു എന്നാണല്ലോ ഇവരെ ദോഷം കൊള്ളിക്കുന്ന ഒരു കാര്യം. ഇവർ ചെയ്യുന്നത് എന്താണ്? പാർലമെന്റ് ആക്രമണത്തെക്കാൾ നിന്ദ്യവും നീചവും ഭീകരവുമായ രീതിയിലാണ് അഭിഭാഷകർ, കറുത്ത ഗൗണിട്ട അഭിഭാഷകർ, അവർ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നത്. അന്ന് ആക്രമിക്കപ്പെട്ടത് പാർലമെന്റ് ആണെങ്കിൽ ഇപ്പോൾ ആക്രമിക്കപ്പെടുന്നത് കോടതിയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അതുകൊണ്ട് ഒരു രീതിയിലും നമ്മൾ എത്ര ഔദാര്യത്തോടെ ആലോചിച്ചാലും ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്ത തെമ്മാടിത്തരമാണ് ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അടിയന്തരാവസ്ഥ അടക്കമുള്ള ചില നിർണായക രാജ്യത്തിന്റെ മുഹൂർത്തങ്ങളിൽ ഈ പോലീസുകാരൊക്കെ കാക്കി ധരിച്ച ഗുണ്ടാ സംഘത്തെ പോലെ പെരുമാറിയിട്ടുണ്ട്. അത്തരം സംവിധാനങ്ങൾക്കും അല്ലെങ്കിൽ അത്തരം നീക്കങ്ങൾക്കുമെതിരെ രാജ്യത്തിന്റെ വിവിധ കോണുകൾ എതിർത്തിട്ടുണ്ട്, ജുഡീഷ്യറി പോലും എതിർത്തിട്ടുണ്ട്. ഇവിടെ അഭിഭാഷകർ കോട്ടിട്ടുകൊണ്ട് അത്തരം ഗുണ്ടായിസം നടത്തുന്നു, നിയമത്തെ വെല്ലുവിളിക്കുന്നു. അതിന്റെ ആഘാതം വളരെ വലുതാകില്ലേ ശ്രീ സെബാസ്റ്റ്യൻ പോൾ? അത് അഭൂതപൂർവം എന്ന് നമ്മൾ പറയുന്നത് ആ വാക്കിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹിറ്റ്ലറുടെ ബ്രൗൺ ഷർട്ട്സ്, അതൊരു ഗുണ്ടാപ്പടയായിരുന്നു. സഞ്ജയ് ഗാന്ധിക്കുണ്ടായിരുന്നു ഒരു ഷൗട്ടിംഗ് ബ്രിഗേഡ്, പാർലമെന്റിൽ ബഹളം വെച്ച് പാർലമെന്റ് നടപടി സ്തംഭിപ്പിക്കുക. സഞ്ജയ് ഗാന്ധിക്ക് പുറത്തുകൊണ്ടായിരുന്നു ഗുണ്ടാ സംഘങ്ങൾ. അതൊക്കെ ഗുണ്ടകളാണ്, നമുക്കറിയാം, തെമ്മാടികളാണ്, തെമ്മാടി കൂട്ടങ്ങളാണ്. പക്ഷേ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടേണ്ടവർ, അഭിഭാഷകർ, അവർ അവരുടെ ഔദ്യോഗിക വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ രീതിയിൽ പെരുമാറുമ്പോൾ അതെന്താ, ഏത് വാക്കുപയോഗിച്ചാണ് അതിനെ വിശദീകരിക്കേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. വാക്കുകൾ ആവശ്യമില്ലാത്ത രീതിയിൽ അപലപനീയമാണ് ഈ അക്രമങ്ങൾ. ഇത് തടയാൻ കേന്ദ്ര ഭരണത്തിന് കഴിയുന്നില്ല. ആ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഇതിനെ ന്യായീകരിക്കുകയാണെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഫ്സൽ ഗുരുവിനേക്കാൾ വലിയ തെറ്റും വലിയ കുറ്റവുമാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിനോട് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിപ്പബ്ലിക്കിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് ഈ ഗുണ്ടകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും താങ്കളുടെ പ്രയോഗം തന്നെ അത്തരത്തിൽ കറുത്ത വസ്ത്രമിട്ട ഈ ഗുണ്ടകൾ, തീർച്ചയായും വിചിത്രമായ ചില സാഹചര്യങ്ങളുണ്ട് ശ്രീ സെബാസ്റ്റ്യൻ പോൾ. നമുക്ക് നോക്കേണ്ട ആ മാനങ്ങളുണ്ട്. അതായത് ആദ്യം ദില്ലി പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ ഇത്തരത്തിലൊരു ദേശദ്രോഹപരമായ പരാമർശങ്ങൾ ചുമത്തപ്പെടുന്നു. പക്ഷേ അവരുടെ സംഭാഷണത്തിലോ അവരുടെ പ്രവർത്തനത്തിലോ യാതൊരു ദേശവിരുദ്ധതയുമില്ല. അവർ ഇടതുപക്ഷ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്ന വിദ്യാർത്ഥികളാണ് എന്ന് ഓരോ ഘട്ടത്തിലും തെളിയുകയാണ്. ഒരുപക്ഷെ ഏറ്റവും പുതിയ വീഡിയോ പോലും ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട, നിഷ്പക്ഷ ദേശീയ മാധ്യമങ്ങൾ പോലും പുറത്തുവിട്ട വീഡിയോയിൽ അവർ പറയുന്നത് ഇടതുപക്ഷ സാംസ്കാരികതയും ഇടതുപക്ഷ രാഷ്ട്രീയവുമാണ്, അതിനകത്ത് ദേശവിരുദ്ധത ഒന്നുമില്ല എന്ന് തെളിഞ്ഞു. ആ ഘട്ടത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പോലും മാറേണ്ടി വന്നു. ദില്ലി പോലീസിന്റെ അമിതോത്സുകതയാണ് ദേശവിരുദ്ധത ഇവിടെ ചുമത്തപ്പെട്ടത് എന്ന ഘട്ടത്തിലേക്ക് മാറേണ്ടി വന്നു. എന്നിട്ടും കനയ്യകുമാറിനെ മുൻനിർത്തി ഒരു കൂട്ടം അഭിഭാഷകർ ഈ വേഷഭൂഷാദികളോടെ ഇങ്ങനെ കാട്ടുന്നുവെങ്കിൽ തീർച്ചയായും താങ്കൾ പറഞ്ഞ ആ ഫാസിസത്തിന്റെ മുന്നൊരുക്കത്തിന്റെ പടയൊരുക്കമായി ഇതിനെ കാണണമോ? അങ്ങനെയെങ്കിൽ രാജ്യം ഏതു തരത്തിലുള്ള ജാഗ്രതായ നീക്കമാകണം അനിവാര്യമാക്കേണ്ടത് ശ്രീ സെബാസ്റ്റ്യൻ പോൾ? അല്ല, ഇത് തീർച്ചയായും JNUവിലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്യാമ്പസിലെയോ വിദ്യാർത്ഥികൾക്ക് മാത്രമായി വിട്ടുകൊടുക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. അത് ആ പരിധിയൊക്കെ വിട്ടിരിക്കുന്നു. സംഘപരിവാർ അടുത്ത കാലത്താണല്ലോ അവരുടെ പ്രഖ്യാപിത ശത്രുക്കൾ 5M എന്ന് പറഞ്ഞത്. അതിൽ ഒരു M ആണ് മാർക്സിസ്റ്റുകൾ, മാർക്സിസം. അവരുടെ ഒരു തുറന്ന യുദ്ധം അവർ ആരംഭിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷ പുരോഗമനവാദികളായ മതനിരപേക്ഷ സമൂഹത്തിനെതിരെ, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ അവർ തുറന്ന യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെ അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല. ഇത് വിദ്യാർത്ഥികൾക്ക് മാത്രമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വിഷയവുമല്ല. രാജ്യത്ത് മതനിരപേക്ഷതയിലും പുരോഗമന സ്വഭാവത്തിലും വിശ്വാസമുള്ള എല്ലാ ജനാധിപത്യവാദികളും ഒരുമിച്ച് എതിർക്കേണ്ടതായ വലിയ അപകടാവസ്ഥയിൽ രാജ്യം എത്തിയിരിക്കുന്നു. തീർച്ചയായും അങ്ങനെയെങ്കിൽ നിസ്സംഗവും നിഷ്പക്ഷവും എന്ന് തോന്നിപ്പിക്കുന്ന ചില മാനങ്ങളിൽ കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ചും നരേന്ദ്രമോദിയൊക്കെ നിൽക്കുന്ന ഘട്ടം ഇവിടെ വിമർശന വിധേയമാകേണ്ടതില്ലേ ശ്രീ സെബാസ്റ്റ്യൻ പോൾ? നോക്കൂ, ദില്ലി പോലീസ് നൽകിയ റിപ്പോർട്ട് വിദ്യാർത്ഥികളെ കുറിച്ച്, അവർ ദേശവിരുദ്ധതയ്ക്കായി JNUവിലെ വിദ്യാർത്ഥികൾ കാട്ടിയെന്ന് പറയുന്ന അവരുടെ ഔദ്യോഗിക റിപ്പോർട്ടിൽ പറയുന്നത് ഇതാണ്. അവർ ബീഫ് മെനുവിൽ, അവിടുത്തെ ഹോസ്റ്റലിലെ മെനുവിൽ ബീഫ് ആവശ്യപ്പെട്ടു എന്നത്. അതെവിടെ ദേശവിരുദ്ധമാകും? ഒന്ന്.
രണ്ടാമത്തെ വിഷയം, അവർ അസുരാരാധന നടത്തിയെന്ന്. ഇന്ത്യയിൽ എത്രയോ രാവണനെ പൂജിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് ഹൈന്ദവ ദർശനങ്ങളിൽ തന്നെ. ദുര്യോധനന്റെ ക്ഷേത്രം മലനടയിൽ പോലുമില്ലേ നമ്മുടെ കേരളത്തിൽ? അത്തരത്തിൽ ഒരുപാട് മാനങ്ങളൊക്കെയാണ് ഈ ദില്ലി പോലീസ് നൽകിയ റിപ്പോർട്ടിലും പറയപ്പെടുന്നത്. അതൊക്കെ കേട്ടതിന് ശേഷമാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് പോലും അതിൽ ദേശവിരുദ്ധത ഇല്ല എന്നതിലേക്ക് കൂടുമാറേണ്ടി വന്നത്. ആ സാഹചര്യം കൂടി ഇവിടെ പരിശോധിക്കപ്പെടണ്ടേ? RSS അജണ്ടയുടെ, നമ്മൾ കണ്ടതുപോലെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ RSS അജണ്ടയുടെ അസഹിഷ്ണുത ഒരുപക്ഷെ ഇവിടെ കാണാനാകുന്നു. അത്തരത്തിൽ രാഷ്ട്രീയമായി നിരീക്ഷിക്കേണ്ട ഘട്ടം അനിവാര്യമായിട്ടുണ്ടോ ഇവിടെ? അത് RSS നിശ്ചയിക്കുന്ന കാര്യ പരിപാടി അനുസരിച്ച് ഒരു ജനതയും പൊതുസമൂഹവും ജീവിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ അതാണ് ഫാസിസം. നമ്മൾ ഈ വാക്ക് കുറെ കാലമായി ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം പൂർണ്ണമായി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് സംശയമാണ്. പക്ഷെ ഇതാണ് ഫാസിസം. RSS എന്ന ഒരു സംഘടന ഒരു അജണ്ട നിശ്ചയിക്കുന്നു, ഒരു ജീവിതക്രമം നിശ്ചയിക്കുന്നു, ആഹാരക്രമം നിശ്ചയിക്കുന്നു. അതനുസരിച്ച് എല്ലാവരും ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ, പൊതുസമൂഹങ്ങൾ, അവരുടെ വീടുകൾ, അവരുടെ അടുക്കളകൾ എല്ലാം മാറിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ അതാണ് ഫാസിസം. അങ്ങനെ അവർക്ക് പറയാം, അവർക്ക് ആവശ്യപ്പെടാം. പക്ഷെ അതിനുവേണ്ടി ഈ രീതിയിൽ നിയമ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുക, മർദ്ദനമുറകൾ അഴിച്ചുവിടുക, അക്രമം അഴിച്ചുവിടുക, അത് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയും? അടിയന്തരാവസ്ഥ പോലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ രാഷ്ട്രീയ എതിരാളികളെ പോലീസ് ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഒരു പൊതുസമൂഹത്തിനെതിരെയുള്ള തുറന്ന യുദ്ധം ആണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനെ കൈകാര്യം ചെയ്യുന്നതിന് വളരെ ഗൗരവമായ ഒരുക്കങ്ങളും ആലോചനകളും കർമ്മ പരിപാടിയും പൊതുസമൂഹം ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന്റെ അധികാരത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ പൊതുസമൂഹത്തിന് നേരെയുള്ള കൃത്യമായ വെല്ലുവിളിയാണ് അഭിഭാഷകരുടെ ഈ ഗുണ്ടാവിളിയാട്ടത്തിലൂടെ ബോധ്യമാകുന്നത് സെബാസ്റ്റ്യൻ പോൾ ശക്തമായ ഭാഷയിൽ നിരീക്ഷിക്കുകയും ചെയ്തു. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അങ്ങനെയെങ്കിൽ ഇതിന്റെ രാഷ്ട്രീയ മാനം കുറെ കൂടി വിപുലമായി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒരുപക്ഷെ 44 സീറ്റിൽ പ്രതിപക്ഷമായി കോൺഗ്രസ് ഒതുങ്ങിയ ഒരു സാഹചര്യം. ആ ഘട്ടത്തിൽ ഒരു പ്രതിപക്ഷമായി രാജ്യത്ത് ഒരുപക്ഷെ ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ ഫാസിസ്റ്റ് ശക്തികൾക്ക് പ്രതിപക്ഷമായി ഒരുപക്ഷെ വരുന്നത് അവിടെ ഇടതു കക്ഷികളാണ്. ഇടതു കക്ഷികൾ എണ്ണത്തിലായിരിക്കില്ല, മറിച്ച് അവരുടെ ആശയപരമായ സംഘടിതത്വം കൊണ്ട്, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥി സ്വാധീനം കൊണ്ട്, തൊഴിലാളി മേഖലകളിലെ സ്വാധീനം കൊണ്ട്, അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരും ഇടത് കേന്ദ്രീകൃതമായ പ്രസ്ഥാനങ്ങളെയും ആക്രമിക്കാനുള്ള ഒരു നീക്കം നമുക്ക് രാജ്യത്തെ ദില്ലി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ളവയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് അതിനോട് കൂട്ടി വായിക്കണമോ JNUവിനെ ഈ അഭിഭാഷകരുടെ പ്രതിഷേധം കൂടി വരുന്ന ഘട്ടത്തിൽ? അത് തീർച്ചയായും ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? ഒന്ന് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, 2 ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ഇതാ JNU. ഈ 3 സ്ഥലങ്ങളും അറിയപ്പെടുന്ന ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ കേന്ദ്രങ്ങളാണ്. ഇടതുപക്ഷ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, ഇടതുപക്ഷ ചിന്താഗതിയുള്ളവർ, മതനിരപക്ഷതയിൽ വിശ്വസിക്കുന്നവർ, പുരോഗമനവാദികൾ, അവരെ വാർത്തെടുക്കുന്ന സ്ഥാപനങ്ങളാണ് ഇത് 3. ആ 3 സ്ഥാപനങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ആക്രമണം അത് വെറുതെ ഉണ്ടാകുന്നതല്ല, അത് വെറുതെ ഒരു സംശയത്തിന്റെ പേരിലുണ്ടായതല്ല. അവിടെ പുരോഗമന ചിന്ത തടയപ്പെടണം. ഇവിടെ നിന്നാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കരുത്തുണ്ടാകുന്നതെങ്കിൽ ആ കരുത്ത് മുളയിലെ നുള്ളിക്കളയണം. ആ ഒരു അജണ്ട ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ടാണല്ലോ ആ വിദ്യാർത്ഥി, അയാൾ AISFന്റെ ബാനറിൽ JNUവിൽ യൂണിയൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അയാളിലൊക്കെ ഇവർ വലിയ അപകടം കാണുന്നുണ്ട്. ഇത് നാളത്തെ നേതാക്കന്മാർ ഇവരൊക്കെയാണ്. അവരെ തടയുക. രോഹിത് ഗമുല ആത്മഹത്യ ചെയ്തു. ഇവിടെ ഈ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുകയല്ല, അയാൾ ധീരമായി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ പോരാട്ടത്തിന് പൂർണ്ണമായ പിന്തുണ നൽകുന്നതിനുള്ള ഉത്തരവാദിത്വവും കടമയും രാജ്യത്തിനുണ്ട്. തീർച്ചയായും. വളരെ നന്ദി സെബാസ്റ്റ്യൻ പോൾ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ അഡ്വക്കേറ്റ് ഉദയഭാനു കൂടി ചേരുകയാണ്. ശ്രീ ഉദയഭാനു, താങ്കൾക്ക് കേൾക്കാമല്ലോ? ശ്രീ ഉദയഭാനു, താങ്കൾ ലൈനിലുണ്ടോ? കേൾക്കാം. അതായത് കനയ്യകുമാർ എന്ന നിയമത്തിന്റെ തണലിലേക്ക് തേടിയെത്തിയ ഒരു ഇന്ത്യൻ പൗരൻ, അങ്ങനെയെങ്കിലും കാണാം. കനയ്യകുമാർ എത്തുമ്പോൾ അദ്ദേഹത്തിന് നേരെ ആക്രമണം നടത്തുന്നു സംഘടിത ഗുണ്ടായിസത്തിന്റെ ഭാഗമായി ഒരു കൂട്ടം അഭിഭാഷകർ. അതിലെ പ്രതിയാണ് വിക്രം ചൗഹാൻ എന്ന ആൾ. അയാൾ പോലീസിന്റെ സമൻസ് പോലും പറ്റാതെ ഇന്ന് കോടതിയുടെ താക്കീതുകളെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് തെരുവിലൊരു പ്രകടനം നടത്തുന്നു, അതും ദേശീയ പതാക പിടിച്ചുകൊണ്ട്. എങ്ങനെ അനുവദിക്കപ്പെടാനാകും? നിയമത്തിന്റെ കണ്ണിൽ ഇതിനെ എങ്ങനെ കാണണം? നിയമത്തിന്റെ കണ്ണിൽ കാണുക എന്നതിനേക്കാളും ഉപരി ഇത് രാജ്യത്തെ നിയമ സംവിധാനം ഇവിടെ തകർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം ഇവിടെ ഭരണത്തിന്റെ താല്പര്യത്തോടു കൂടി, ഭരണത്തിന്റെ അനുഗ്രഹത്തോട് നടക്കുന്നുണ്ട് എന്നുള്ള ലജ്ജാവഹമായ സംഗതിയാണ് നാം വിലയിരുത്തേണ്ടതും ചർച്ച ചെയ്യേണ്ടതും.
ഇവിടെ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ട അഭിഭാഷകർ വേഷം ധരിച്ച ഒരു പറ്റം കാപാലികരാണ് ഈ ആക്രമണത്തിന് പിന്നിലുണ്ടായത്. യഥാർത്ഥത്തിൽ അവർ അഭിഭാഷകരാണോ ഇല്ലയോ എന്നുള്ള കാര്യം അവരുടെ രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെടേണ്ടത് തന്നെയുണ്ട്. എന്നാൽ ഇത് വളരെ ഗൗരവത്തോടെ ഇതിനെ സമീപിച്ച അഭിഭാഷകരും പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് കമ്മീഷനായിട്ട് നിയമിക്കപ്പെട്ടു വരുന്ന അഭിഭാഷകരടക്കം അവിടെ ഉണ്ടായിരുന്നവരാണ്. അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഒരു പറ്റം അഭിഭാഷകർ നമ്മുടെ സമൂഹത്തിലെ പുഴുക്കുത്തുകളായിട്ട് ഒരു പറ്റം ആളുകൾ ഏത് പ്രസ്ഥാനത്തിലും ഉണ്ടാകും എന്നതുപോലെ തന്നെയാണ് ഈ ഒരു പറ്റം അഭിഭാഷകർ ഈ കുഴപ്പത്തിന് നേതൃത്വം കൊടുത്തത്. അത് തീർച്ചയായും അഭിഭാഷക സമൂഹത്തിനാകെ ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ്. ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതുമാണ്. തീർച്ചയായും അങ്ങനെ അപലപിക്കേണ്ട ഒരു സംഭവമാണെന്ന് കാണുമ്പോൾ തന്നെ ഇതിന്റെ പ്രത്യാഘാതം വളരെ വലുതല്ലേ? ഒരു പൗരൻ നിയമ സംവിധാനത്തിൽ തേടിയെത്തുക എന്നാൽ, ജുഡീഷ്യറി എന്നാൽ എല്ലാവിധ കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായി നിൽക്കുന്ന നമ്മുടെ ഒരു സംവിധാനമാണ്, ഒരു എസ്റ്റേറ്റാണ്. അതിലേക്ക് എത്തുന്നവരെ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന, ഒരുപക്ഷെ അഭിഭാഷകർ അതിൻ്റെ ബോധപൂർവമുള്ള ഭാഗമല്ലെങ്കിൽ പോലും ജുഡീഷ്യൽ സംവിധാനത്തിൽ പൗരന്മാരെ സഹായിക്കേണ്ടവർ അവർ നിൽക്കുന്നു, അവർ തല്ലു നടത്തുന്നു, അവർ ജാമ്യം തേടിയെത്തുന്ന ഒരാളെ തല്ലുന്നു. ഒരുപക്ഷെ ദില്ലിയേക്കാളും വലിയ രാഷ്ട്രീയ മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയ മറ്റ് സംസ്ഥാനങ്ങളുണ്ട്, കേരളമടക്കം. അവിടെ എങ്ങും ഇത് കണ്ടിട്ടില്ലല്ലോ. ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വലിയ ലോയർ എന്നുള്ള നിലയിൽ കൂടി ശ്രീ ഉദയഭാനു, ഇത്തരം കാടത്തം ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. നീതി തേടി കോടതി മുമ്പാകെ എത്തുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ട് സംരക്ഷണം കിട്ടാനും നീതി കിട്ടാനും ഉറപ്പുവരുത്തുവാനുള്ള ബാധ്യത അത് ആ പ്രദേശത്തെ നിയന്ത്രിക്കുന്ന സർക്കാരിനുള്ളതാണ്. ആ സംവിധാനവും ഈ പറയുന്ന കാപാലികരും ഒരുമിച്ച് ചേർന്നത് ഇത് ആക്രമണം നടത്തുവാനായിട്ട് തുനിഞ്ഞിറങ്ങിയാൽ തീർച്ചയായിട്ടും ഇതിനപ്പുറം നടക്കുമെന്നുള്ളതാണ് ഇതിന്റെ സൂചന. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള അഭിഭാഷകരുടെ വേഷം ധരിച്ച മോശപ്പെട്ട പ്രവൃത്തി കാണിക്കുന്ന ക്രിമിനൽ വൽക്കരണം നടത്തുന്ന ആളുകളെ തടയാൻ ബാധ്യതപ്പെട്ട ഗവൺമെന്റിന്റെ പ്രതിനിധികൾ, അത് പോലീസ് ആകട്ടെ മറ്റ് ഭരണ സംവിധാനത്തിൽപ്പെട്ട ആളുകട്ടെ, അവർ നിഷ്ക്രിയരായി നോക്കി നിൽക്കുകയായിരുന്നല്ലോ. അവർ നിശബ്ദ നിരീക്ഷകരായി മാറി നിൽക്കുകയായിരുന്നു. അവിടെയാണ് ലജ്ജാവഹമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായത്. അവിടെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അവിടെയാണ് എതിർക്കപ്പെടേണ്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത്തരം പ്രവർത്തികളെ, എതിർക്കപ്പെടേണ്ട പ്രവർത്തികളെ അത് വേണ്ട രീതിയിൽ ഗവൺമെന്റ് പരാജയപ്പെടുന്ന ഒരു ഘട്ടം വരികയും ആ സമയത്താണ് എവിടെ ആക്രമണം ഉണ്ടാകുന്നത്. ആ ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിശബ്ദ നിരീക്ഷകരായി മാറി നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്നും പറ്റില്ല എന്ന് ജസ്റ്റിസ് തലമേശ്വർ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഇന്നലെ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. സുപ്രീം കോടതിക്ക് പക്ഷെ ഒത്തിരി പരിമിതികളുണ്ട് ഈ കാര്യത്തിൽ ഇടപെടുന്നതിന്. അതെ, പക്ഷേ അഭിഭാഷക കൗൺസിലിന്റെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ അക്രമം നടത്തിയവർക്ക് ശക്തമായ താക്കീത് കോടതിയുടെ നിർദ്ദേശത്തിലുണ്ട്. ഇന്നൊരു പ്രകടനം നടത്തുക അഭിഭാഷകർ എന്നാൽ ആ കോടതിയെ വെല്ലുവിളിക്കുകയല്ലേ യഥാർത്ഥത്തിൽ? ഇത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാനുള്ള ഒരു പറ്റം ക്രിമിനലുകളുടെ ഒരു കൂട്ടായ്മയാണ് വന്നിട്ടുള്ളത്. അത് അഭിഭാഷകന്റെ കുപ്പായം അണിഞ്ഞു എന്നുള്ളതുകൊണ്ട് അവർക്ക് അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംരക്ഷണം കിട്ടുന്നില്ല. അഭിഭാഷകർ നിയമവ്യവസ്ഥയെ സംരക്ഷിക്കാനായിട്ട് ബാധ്യതപ്പെട്ട ആളുകളാണ്. അവരുടെ പരിമിതമായിട്ടുള്ള സംരക്ഷിക്കുവാനുള്ള സംവിധാനത്തിനകത്തുനിന്നുകൊണ്ട് നിയമവ്യവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ട് കോടതിയെ സഹായിക്കുക എന്നുള്ളതാണ് അവർക്ക് കോടതിയിലുള്ള ജോലി. അതോടൊപ്പം തന്നെ മറ്റ് പൊതുസമൂഹത്തിന്റെ ഈ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാനും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കാണിക്കുവാനും ബാധ്യതപ്പെട്ടവരാണ് അഭിഭാഷകർ. തീർച്ചയായും ചുമതലയിൽ നിന്നും ഒഴിവായി നിൽക്കുന്നതിനെ ഒരിക്കലും ക്ഷന്തവ്യമായ കുറ്റം എന്ന് നമുക്ക് ഒരു പ്രവൃത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയുകയില്ല. തീർച്ചയായും ഷാർപ്പാണ് താങ്കളുടെ നിരീക്ഷണം. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്, പങ്കുചേർന്നതിന്. ഇപ്പോൾ MP രാജേഷ് MP കൂടി ചേരുകയാണ്. ശ്രീ MP രാജേഷ്, കേൾക്കാമോ? ശ്രീ MP രാജേഷ്, താങ്കൾ ലൈനിലുണ്ടോ? തീർച്ചയായും കേൾക്കാം. ഏത് മുഹൂർത്തങ്ങളിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്? ഇത് കേവലം ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോടുള്ള ഒരു വിരുദ്ധത മാത്രമാണോ, അതോ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തിന് നേരെയുള്ള വെല്ലുവിളിയാണോ അഭിഭാഷകരുടെ പ്രകടനത്തെ അടക്കം? ഇത് രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയ്ക്കെതിരായിട്ട് സംഘപരിവാർ നേതൃത്വത്തിൽ നടക്കുന്ന ആക്രമണത്തിന്റെ ഒരു നടുക്കുന്ന മുഖമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേവലം അഭിഭാഷകർ എന്ന നിലയിൽ ഇതിനെ ചുരുക്കി കണ്ടുകൂടാ. സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ, RSSന്റെ നേതൃത്വത്തിൽ, കേന്ദ്ര ഭരണത്തിന്റെ തണലിൽ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായ ഇന്ത്യയെ ഉള്ളിൽ നിന്ന് ആക്രമിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ജനാധിപത്യ വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ളതാണ്. ജനാധിപത്യ വ്യവസ്ഥയുടെ നിലനിൽപ്പ് നിയമവാഴ്ചയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ആ നിയമവാഴ്ചയെയാണ് ഇപ്പോൾ പരസ്യമായിട്ട് ഇവർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായിട്ട് മൂന്നാമത്തെ ദിവസമാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓർക്കണം. ആദ്യത്തെ ദിവസം പട്യാല ഹൗസ് കോടതിയിൽ ആക്രമണങ്ങൾ ഉണ്ടായി. സുപ്രീം കോടതി ഇടപെട്ടു. ഇത് ഒരു തരത്തിലും ആവർത്തിക്കാൻ പാടില്ലെന്ന കർശനമായിട്ടുള്ള വിലക്ക് സുപ്രീം കോടതി ഏർപ്പെടുത്തി കർശന നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചു.
ആദ്യത്തെ ദിവസം ഉണ്ടായതിനേക്കാൾ വലിയ ആക്രമണങ്ങൾ അടുത്ത ദിവസം ഉണ്ടായി. ഹാജരാക്കിയ കനയ്യകുമാറിനെ തന്നെ ആക്രമിക്കുന്ന സ്ഥിതി, മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നു, സുപ്രീം കോടതി നിയോഗിച്ച മുതിർന്ന അഭിഭാഷകരുടെ സംഘത്തെ കല്ലെറിഞ്ഞോടിക്കാൻ ശ്രമിക്കുന്നു. ഈ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത, ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇങ്ങനെ നേരിട്ടുള്ള ഒരു ആക്രമണം. അന്ന് ഭരണകൂടം ജുഡീഷ്യറിയെ വരുതിക്ക് നിർത്താൻ പല ശ്രമങ്ങൾ നടത്തി. പക്ഷെ നേരിട്ട് കായികമായിട്ടുള്ള ആക്രമണത്തിന്റെ ഭീഷണി ജുഡീഷ്യറിക്ക് അന്ന് പോലും നേരിടേണ്ടി വന്നിട്ടില്ല. ഇന്നിപ്പോൾ കനയ്യകുമാറിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴാണ് സുപ്രീം കോടതിയുടെ വിലക്കുകൾ, ആവർത്തിച്ചുള്ള വിലക്കുകൾ ലംഘിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. ഇതിനെല്ലാം മൗനാനുവാദം നൽകിക്കൊണ്ട് മോഡിയുടെ മൂക്കിന് താഴെയാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് ആലോചിക്കണം. നരേന്ദ്രമോദി ഗവൺമെന്റ് ഇത് അനുവദിച്ചു കൊടുക്കുന്നു, പോലീസ് അനുവദിച്ചു കൊടുക്കുന്നു, കാഴ്ചക്കാരായി നോക്കിക്കുത്തികളായിട്ട് നിൽക്കുന്നു. കോടതി പറയുന്നത് നടപ്പാക്കേണ്ടവരാണ് ഗവൺമെന്റും പോലീസും. അത് നടപ്പാക്കാതിരിക്കുന്നത് വഴി നിങ്ങൾ കോടതിയെ ആക്രമിച്ചുകൊള്ളൂ, ഒരു ചുക്കും സംഭവിക്കില്ല എന്ന സന്ദേശം കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള ഡൽഹി പോലീസും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങേയറ്റം അരക്ഷിതമായിട്ടുള്ള അവസ്ഥയിലേക്ക്, അരാജകത്വത്തിലേക്ക് രാജ്യം പോകുന്നു എന്നതാണ് ഈ സംഭവവികാസങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. സംഘപരിവാറും RSSും എന്താണ് എന്ന് ഇതുവരെ മനസ്സിലാക്കാതിരുന്നവർക്ക് കൂടി അത് മനസ്സിലാക്കാൻ ഉതകുന്നതാണ്. അതാണ് തീർച്ചയായും താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് കോടതിയെ കായികമായി നേരിടുന്ന ഒരു സാഹചര്യം അടിയന്തരാവസ്ഥയിൽ പോലും ഉണ്ടായിട്ടില്ല. അത് ശരിയാണ്. കോടതി മുറിയിൽ വാദപ്രതിവാദം, അതും സുപ്രീം കോടതിയിൽ വാദപ്രതിവാദം നടക്കവേ ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിച്ച് അഭിഭാഷകർ എണീക്കുന്നു. കോടതിയുടെ നടപടിക്രമങ്ങൾ പോലും തടസ്സപ്പെടുന്നു. ഒരു കാലഘട്ടത്തിലും ഇന്ത്യ അത് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ രാജേഷ്, ഒരുപക്ഷെ അപ്രസക്തമായ ഒരു പ്രതിപക്ഷത്തിന്റെ കാലഘട്ടത്തിൽ, കോൺഗ്രസിനെയാണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ടാണോ ഇടത് കേന്ദ്രീകൃതമായ ശക്തികളുള്ളിടത്തൊക്കെ ആക്രമണം ഈ ഫാസിസ്റ്റുകൾ, താങ്കൾ പറഞ്ഞതുപോലെ ഈ ഫാസിസ്റ്റുകൾ നടത്തുന്നത്? അത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ആയാലും പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും JNU ആയാലും ഒക്കെ, ട്രേഡ് യൂണിയൻ വിദ്യാർത്ഥി രംഗങ്ങളിലൊക്കെ. തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ തന്നെയാണ് സംഘപരിവാർ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോ ഇടതുപക്ഷം എന്ന് ഞാൻ പറയുമ്പോ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഇടതുപക്ഷ പ്രത്യയശാസ്ത്രവും ഇടതുപക്ഷ ചിന്താധാരയെ ഇല്ലാതാക്കുക എന്നതാണ് ആദ്യത്തെ ലക്ഷ്യം എന്നവർ കണക്കാക്കുന്നു. ബാക്കിയെല്ലാം പിന്നീട് താരതമ്യേന എളുപ്പമാണ് എന്നവർക്ക് അറിയാം. JNUവിനെ അധികാരത്തിൽ വന്നത് മുതൽ ഈ ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നതിന്റെ കാരണം എന്താ? പരമ്പരാഗതമായ ഇടതുപക്ഷത്തിന്റെ ഒരു ദൈക്ഷണിക കേന്ദ്രമാണ്, ബൗദ്ധികമായിട്ടുള്ള കേന്ദ്രമാണ് JNU എന്നതാണ്. ഒപ്പം രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ക്യാമ്പസാണ് JNU. ആ ദൈക്ഷണികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഇടതുപക്ഷ കേന്ദ്രത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സുബ്രഹ്മണ്യ സ്വാമിയെ പോലുള്ള ഒരാളെ അവിടെ വൈസ് ചാൻസലറാക്കാൻ നീക്കം നടന്നു. അത് വിജയിച്ചില്ലെങ്കിലും RSSന്റെ ഇംഗിതം നടപ്പാക്കുന്ന ഒരാളെ അവിടെ വൈസ് ചാൻസലറായിട്ട് കൊണ്ടുവന്നു. അതിനുശേഷം ആസൂത്രിതമായി JNUവിനെ തകർക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയായിരുന്നു. JNU അടച്ചുപൂട്ടേണ്ട ഒന്നാണെന്ന് തുടക്കം മുതൽ ഒരു ഗവൺമെന്റ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ആലോചിക്കണം, ഇവർ പ്രചരിപ്പിച്ചത് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അടച്ചുപൂട്ടണം എന്നാണ്. ഇപ്പോ നമ്മൾ കാണുന്നത് ഫാസിസത്തിന്റെ വിജ്ഞാന വിരോധത്തെ കുറിച്ച് ധാരാളം നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തം നമ്മൾ ഇവിടെ കാണുകയാണ്. ചിന്തയുടെ കേന്ദ്രങ്ങളെ, സംവാദത്തിന്റെ കേന്ദ്രങ്ങളെ, അറിവിന്റെ കേന്ദ്രങ്ങളെ, തലച്ചോറുകളെ ഭയപ്പെടുന്നു. ലോകത്തെല്ലായിടത്തും ഫാസിസ്റ്റുകൾ ഭയപ്പെട്ടിട്ടുണ്ട്. അന്റോണിയോ ഗ്രാംഷിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ മുസോളിനിയുടെ പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞത് 20 കൊല്ലത്തേക്ക് ഈ തലച്ചോറിനെ നിശ്ചലമാക്കണം എന്നാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നരേന്ദ്രമോദിയും കൂട്ടരും ചെയ്യുന്നത് ചിന്തിക്കുന്ന തലച്ചോറുകൾ ഉള്ള എല്ലാ സ്ഥാപനങ്ങളെയും ആക്രമിക്കുക, അതിനെ അടച്ചുപൂട്ടാൻ ശ്രമിക്കുക, അല്ലാത്തവരെ തടവിലിടുക എന്നുള്ളതാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. FTII അവർക്ക് പ്രതിഷേധം വന്നു, അത് അടച്ചുപൂട്ടേണ്ടതാണ്. ചെന്നൈ IIT പ്രതിഷേധം വന്നു, അവിടെ അതിന് നിരോധനം, സംവാദത്തിന് നിരോധനം ഏർപ്പെടുത്തി ഗവൺമെന്റ്. JNUവിൽ പ്രതിഷേധം വന്നു, JNU തന്നെ അടച്ചുപൂട്ടണം എന്നാവശ്യപ്പെടുന്നു. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധം വന്നു, അതിനെ അടിച്ചമർത്തുന്നു. ഇപ്പൊ ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധം ഉണ്ടാവുന്നു, അവിടെയും അടിച്ചമർത്തൽ നടപ്പാക്കുന്നു. ഡൽഹി IIT സമാനമായിട്ടുള്ള പ്രതിഷേധം വന്നു, അവിടെ കരി നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. അപ്പോ ചിന്തിക്കുന്ന എല്ലാ തലച്ചോറുകളെയും നിശ്ചലമാക്കുക എന്നതാണ് ഇവർ ചെയ്യുന്നത്. ഇവർക്ക് ഒരു അപകർഷത കൂടിയുണ്ട്. സംഘപരിവാറിന് വൈജ്ഞാനികമായും പ്രത്യയശാസ്ത്രപരമായിട്ടുമുള്ള ഒരു അപകർഷ ബോധം കൂടി അവരെ നയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ എല്ലാ നിലയിലും ചെറുക്കുന്ന ഇടതുപക്ഷം, പ്രത്യേകിച്ച് പ്രത്യയശാസ്ത്രപരമായി, ബൗദ്ധികമായി, സാംസ്കാരികമായി ഒക്കെ ഇടതുപക്ഷമാണ് അതിനെ ചെറുക്കുന്നത്. എന്തുകൊണ്ട്? പ്രധാന ശത്രുവായി ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെയോ പാർലമെന്റിൽ അംഗബലത്തിന്റെയോ അടിസ്ഥാനത്തിൽ നോക്കിയാൽ
ഇടതുപക്ഷത്ത് അത്ര വലിയ സംഖ്യ അല്ല എന്നിരിക്കലും ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായിട്ടും മുഖ്യ ലക്ഷ്യമായിട്ടും കണക്കാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. അതായത് ദൈക്ഷണികമായി നിങ്ങൾ ഉയർത്തുന്ന ഇന്ത്യൻ സാംസ്കാരികതയുടെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെയും ഒക്കെ മുഖം എതിർക്കാൻ പ്രാപ്തമല്ലാത്ത ഫാസിസ്റ്റുകളാണ് നിങ്ങളുടെ AKG സെന്റർ, ക്ഷമിക്കണം, AKG ഭവൻ പെയിന്റ് അടിക്കാൻ അല്ലെങ്കിൽ കരിയോയിൽ ഒഴിക്കാനായി വരുന്നത്. അത്തരത്തിലുള്ള ഒരു ഭയപ്പാടാണ് ജുഡീഷ്യൽ സംവിധാനങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ഇതിനെ വീക്ഷിക്കുന്നത് ശ്രീ രാജേഷ്? സംശയം എന്താണ് കാര്യത്തിൽ? AKG ഭവൻ ആണല്ലോ ആദ്യം അവർ ആക്രമിക്കാൻ തിരഞ്ഞെടുത്തത്. ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള CPIM-ന്റെ ആസ്ഥാനമായിട്ടുള്ള AKG ഭവൻ, പഞ്ചാബിലെ CPIM-ന്റെ ആസ്ഥാനത്തിന് നേരെ, ഓഫീസിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നു. CPIM നേതാക്കൾക്ക് നേരെ ഭീഷണി വരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കനയ്യകുമാർ തന്നെ JNU-ലെ പ്രസംഗത്തിൽ RSS-നെ വെല്ലുവിളിക്കുന്നത് സംവാദമാവാം, ഏത് വിഷയത്തെക്കുറിച്ചും സംവാദത്തിന് ഞങ്ങൾ RSS നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നു എന്നാണ്. ആ സംവാദത്തിന് നിൽക്കാൻ ധൈര്യമില്ലാത്ത, അതിനുള്ള ബൗദ്ധികമായിട്ടുള്ള, ധൈഷണികവും രാഷ്ട്രീയവുമായിട്ടുള്ള ആത്മവിശ്വാസമില്ലാത്ത സംഘപരിവാർ സംവാദത്തിന് വേണ്ടിയിട്ടുള്ള ക്ഷണത്തെ പോലീസിനെ അയച്ച് നേരിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സംവാദത്തിന് പകരം ഭരണകൂട അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്തലിനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംഘപരിവാറിന്റെ ബൗദ്ധികവും രാഷ്ട്രീയവുമായിട്ടുള്ള സാംസ്കാരികവുമായിട്ടുള്ള പാപ്പരത്വം കൂടി ഇവിടെ വ്യക്തമാവുകയാണ്. ഇത്രയേ ഉള്ളൂ സംഘപരിവാർ എന്നുള്ളത്. ഒരു സർവകലാശാലയെ ഭയപ്പെടുന്നത്ര ഭീരുക്കളാണ് ഈ സംഘപരിവാർ. അപ്പോ പോലീസിലും ഭരണകൂട അധികാരത്തിലും ആശ്രയിക്കേണ്ടി വരുന്ന, അതിന്റെ മറവിൽ പോയി ഒളിക്കേണ്ടി വരുന്നത്ര ബൗദ്ധിക ഭീരുത്വമുള്ളവരാണ്, രാഷ്ട്രീയ ഭീരുത്വമുള്ളവരാണ് സംഘപരിവാർ എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. ഓരോ ഘട്ടത്തിലും ഈ ദില്ലി JNU-വുമായി ബന്ധപ്പെട്ട് വന്ന സംഭവ വികാസങ്ങൾ, ദില്ലി പോലീസിന്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ഒക്കെ നിലപാടുകളിലെ വൈരുദ്ധ്യം ഇതൊക്കെ തെളിയിക്കുന്നു. അവസാനമായി ശ്രീ MP രാജേഷ്, 75 മുതൽ 77 കാലഘട്ടത്തിലെ ഇന്ദിരാഗാന്ധി മോഡിയുടെ മുമ്പിൽ തലകുനിക്കുമോ? തീർച്ചയായിട്ടും ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയിൽ നിന്ന് ഇപ്പോഴത്തെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥിതിക്കുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, അന്നത്തേതിൽ നിന്ന് കൂടുതൽ ശക്തമായ, പ്രത്യയശാസ്ത്രപരമായി അങ്ങേയറ്റം പിന്തിരിപ്പനായ, വർഗീയമായ ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSS-ന്റെ പിൻബലത്തിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അന്ന് ഇന്ദിരാഗാന്ധി എന്ന വ്യക്തിയിൽ കേന്ദ്രീകരിച്ച ഇന്ത്യയിലെ ഒരു ഭരണവർഗമാണ് അധികാരം കൈയടക്കിയത് എങ്കിൽ, ഇന്ന് ഇന്ത്യൻ ഭരണവർഗത്തിന്റെ ഏറ്റവും പിന്തിരിപ്പൻ വിഭാഗമായിട്ടുള്ള RSS ആണ്. RSS എന്ന ഭരണഘടനാ ബാഹ്യമായ ശക്തിയാണ് ഈ ഭരണകൂട അധികാരത്തെ നിയന്ത്രിക്കുന്നത്. ആ നിയന്ത്രണത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. തീർച്ചയായും ഭരണഘടനാ ബാഹ്യമായ RSS എന്ന കുൽസിത ഫാസിസ്റ്റ് ശക്തിയാണ് ഈ നീക്കത്തിനൊക്കെ പിന്നിലെന്ന് MP രാജേഷ് MP നിരീക്ഷിക്കുന്നു. ശക്തമായ നിരീക്ഷണം. രാജ്യം കണ്ടിട്ടില്ലാത്ത മുഹൂർത്തത്തിലൂടെയാണ് രാജ്യ തലസ്ഥാനം കടന്നു പോകുന്നത്. കോടതിയെ വെല്ലുവിളിച്ച് പോലീസിന്റെ സമൻസുള്ള ഒരു അഭിഭാഷക ഗുണ്ടയുടെ, ഇവിടെ പ്രതികരിച്ച അതിഥികളുടെ ഒക്കെ വാക്കുകൾ കടമെടുത്ത്, അഭിഭാഷക ഗുണ്ടയുടെ, വിക്രം ചൗഹാൻ എന്ന BJP-കാരനായ അഭിഭാഷകന്റെ നേതൃത്വത്തിൽ കോടതിയെ വെല്ലുവിളിച്ച് ദില്ലിയുടെ തെരുവോരങ്ങളിലൂടെ അഭിഭാഷകർ പ്രതിഷേധ പ്രകടനമായ എന്ന രീതിയിൽ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രകടനം നടത്തിയിരിക്കുന്നു. രാജ്യം മുഴുവൻ ജാഗ്രതാകേണ്ട സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നിരവധി നിരീക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട് നിരീക്ഷിക്കുകയും ചെയ്തു.